പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഴയ നിയമത്തിൽ തന്നിരിക്കുന്നതായ മോശ വഴി കർത്താവ് ഇസ്രായേൽ ജനതകൾക്ക് കൊടുത്തായ 5 ബലി നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. അതിനെ രണ്ടായിട്ട് തിരിക്കുന്നതായിട്ട്, ഒന്ന് വാളണ്ടിയർലി അർപ്പിക്കുന്ന ബലികൾ. അതിൽ 3 ബലികൾ നമ്മൾ കണ്ടിരുന്നു: ഹോമ ബലി, ധാന്യബലി, സമാധാന ബലി. ഈ 3 ബലികളും മനുഷ്യർ തങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തെ പ്രതിയുള്ള നന്ദി സൂചകമായിട്ടും ആരാധിക്കുവാനായിട്ടും ദൈവത്തിൽ നിന്നെങ്കിലും എന്തെങ്കിലും കൃപ പ്രാപിക്കുന്നതിന് വേണ്ടിയും മനുഷ്യൻ വാളണ്ടിയർലി ആയിട്ട് അർപ്പിക്കുന്ന ബലികളായിരുന്നു. എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തിൽ നമ്മൾ കണ്ടു, അത് മാൻഡേറ്ററി ഓഫറിങ്സ് ആണ്, നിയമപ്രകാരമാണ്. ആ 2 നിയമങ്ങൾ, ആ 2 പാപ പരിഹാരത്തിനായിട്ടുള്ളതും പ്രായശ്ചിത്തത്തിനായിട്ടുള്ളതുമായ 2 ബലികൾ പാപത്തെപ്പറ്റി, പാപത്തോട് ചേർന്നിരിക്കുന്നതിനാൽ അത് ദൈവത്തിന് അത്ര ഇഷ്ടപ്പെട്ട ബലിയല്ല. അതുപോലെ തന്നെ അതിനൊരു നിയമം ഉണ്ടാക്കി കൊടുത്തത് ക്രിസ്തുവിൻ്റെ ബലിയിലേക്ക് നമ്മളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഒരു ചൂണ്ടുപലകയാണ്. 2 വിഭാഗങ്ങൾ, ഈ 2 വിഭാഗങ്ങൾ ക്രിസ്തുവിന്റെ ബലിയുമായിട്ട് എങ്ങനെ ചേർന്നിരിക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 18 നമ്മൾ വായിക്കുന്നുണ്ട്, ആരും എൻ്റെ ജീവൻ എടുക്കുകയല്ല, പിന്നെയോ ഞാൻ സ്വയം അത് അർപ്പിക്കുകയാണ്. ആരും ക്രിസ്തുവിനെ കൊന്നതല്ല, കുരിശിൽ തറച്ചു കൊന്നു എന്ന് നമ്മൾ പറയാൻ പാടില്ല. പിന്നെയോ ക്രൂശിൽ തറച്ചു, ക്രിസ്തു ആണ് തൻ്റെ ജീവനെ സ്വയം വെടിഞ്ഞത്. ക്രിസ്തു സ്വയം ജീവൻ വെടികയായിരുന്നു. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10:18 പറയുകയാണ്, ആരും എൻ്റെ പ്രാണൻ, എൻ്റെ ജീവനെ എടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല, പിന്നെയോ ഞാൻ മനുഷ്യന് വേണ്ടി അത് വെടിയുകയാണ് ചെയ്തത്. ഇങ്ങനെ സ്വന്തം ഇഷ്ടത്താൽ മാനവ ജാതികളോടുള്ള, മനുഷ്യരാശിയോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം തൻ്റെ സ്വപുത്രനെ അയക്കുകയും യേശുക്രിസ്തു തൻ്റെ ജീവൻ വെടിയുകയും ചെയ്യുകയാണ്. അതുപോലെ എഫെസ്യർക്ക് വിശുദ്ധനായ പൗലോസ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന 2 മുതലുള്ള വാക്യങ്ങൾ, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു സുഗന്ധ ബലിയായിട്ട് അർപ്പിക്കുകയും നമ്മളെ അങ്ങനെ രക്ഷിക്കുകയും ചെയ്തതായിട്ട്. സുഗന്ധ ബലി, അതായത് ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലത്തെ ക്ലാസ്സിനകത്ത്, ആദ്യ 3 ബലികൾ, വോളണ്ടിയർലി അർപ്പിക്കുന്നതായ 3 ബലികൾ സുഗന്ധ ബലികളാണ്, പരിമള ബലികളാണ്. അത് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ബലിയാണ്. നാം സ്വയം നമ്മുടെ ആഗ്രഹപ്രകാരം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ പ്രതിയുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ അർപ്പിക്കുന്നതായി ബലികൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടു. അതുകൊണ്ടാണ് തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ നിയമമില്ല, പക്ഷെ ആരെല്ലാം വിശുദ്ധ കുർബാനയിൽ പോകുന്നുണ്ടോ അവൻ്റെ ഉള്ളിലെ ആ സ്നേഹം കാരണമാണ് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട്, ബലിയർപ്പിച്ചുകൊണ്ട്, ബലിയർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി പോകുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമാണ്. ഞായറാഴ്ച ദിവസങ്ങളിലോ നമ്മൾ നിയമപ്രകാരം പോകുന്നു. തിങ്കൾ തൊട്ട് ശനി വരെ പോകുന്നില്ല, ഞായറാഴ്ച മാത്രം പോകുന്നവരാണെങ്കിൽ നിയമം കാരണം പോകുന്നവരാണ് അവർ. ദിവസവും പോകുന്നതിനേക്കാളും ദൈവത്തിന് അതിനോട് അത്ര വലിയ താല്പര്യമില്ല എന്ന് നമ്മൾ കണ്ടു. അതായത് ദൈവം തന്നെ പൂർണ്ണമായിട്ട് മനുഷ്യ രാശിയോടുള്ള സ്നേഹത്തെ പ്രതി അർപ്പിക്കുന്ന ആ അർപ്പണത്തെയാണ് വാളണ്ടിയർലി മനുഷ്യൻ അർപ്പിക്കുന്ന ഈ ബലിയെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കാണുകയാണ് മാൻഡേറ്ററി ആണ്, അർപ്പിച്ചേ പറ്റൂ. ക്രിസ്തു നമുക്കറിയാം അന്ത്യത്താഴത്തിന് ശേഷം പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നു. അവിടെ ഗത്സമനിയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, അബാപിതാ, അവിടത്തേക്ക് എല്ലാം സാധ്യമാണ്, കഴിയുമെങ്കിൽ ഈ ദുഃഖത്തിന്റെ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണേ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രാർത്ഥന. എങ്കിലും എൻ്റെ അല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്നു. അതായത് ഈ ദുഃഖപീഡകൾ സഹിച്ചുകൊണ്ടുള്ള രീതി അല്ലാതെ മറ്റേതെങ്കിലും രീതി ഉണ്ടെങ്കിൽ
അത് എടുക്കണമേ, ഇത് ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു പ്രയാസമുള്ള വേദനയുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ്, എന്നിട്ടും ദൈവത്തിന്റെ പിതാവിന്റെ ഇഷ്ടത്തിനു വേണ്ടി സമർപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം അതെന്തുവാണ്? അത് നിയമപ്രകാരം പുത്രനെ ദൈവപിതാവ് അയച്ചത് തന്നെ മനുഷ്യന് വേണ്ടി സഹിക്കുവാനാണ്, മരിക്കുവാനാണ്. അതോടുകൂടി ഒരു നിയമം ചേർത്തിട്ടുണ്ട്. മനുഷ്യന്റെ പാപമെന്ന ഒരു ദുർഗന്ധം കൂടി അതിലോടുകൂടി ചേർന്നിട്ടുണ്ട്. യെശയ്യായുടെ പുസ്തകം 53 അധ്യായം 5ഉം 6ഉം വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നമ്മുടെ പാപങ്ങളെ, നമ്മുടെ അപരാധങ്ങളെ അവൻ സ്വന്തം തോളിൽ ഏറ്റി. അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ അധ്യായം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം പുത്രനെ തെരഞ്ഞെടുത്ത്, അവനിലൊരു തെറ്റുമില്ല, അവനിലൊരു പാപവുമില്ല, എങ്കിൽ തന്നെ അവനെ നമുക്ക് വേണ്ടി പാപമാക്കി, അവനെ നമുക്ക് വേണ്ടി ശാപമാക്കുന്നു. നമ്മുടെ പാപങ്ങളെ, ശാപങ്ങളെ അവന്റെ മേൽ ഇട്ടുകൊണ്ട് പാപമില്ലാത്തവനെ പാപമാക്കുന്നു. അവനിലുള്ള ആ പരിശുദ്ധി നമുക്ക് തരുവാനായിട്ട്. അങ്ങനെ നമ്മുടെ എല്ലാ പാപങ്ങളുടെയും ഭാരത്തെ ഏറ്റെടുക്കുന്ന ആ ക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ്. ഇതാണ് മാൻഡേറ്ററി, അത് ആയേ പറ്റൂ. നമ്മളെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ ക്രിസ്തുവിന് ഈ പാപം ഏറ്റെടുത്തേ പറ്റൂ. ഇങ്ങനെ 2 വോളണ്ടിയർലി സ്വന്തം ജീവൻ അർപ്പിച്ചുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മാൻഡേറ്ററി ആയിട്ട് പാപമായിട്ട് ഉള്ളവ, ഈ 2 ഭാഗങ്ങളും നമുക്ക് ക്രിസ്തുവിന്റെ ബലിയിലും കാണുവാൻ സാധിക്കും. ഇത് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ കാണുവാൻ പോകുന്നത്. യേശുക്രിസ്തു ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാടായിട്ട് വന്നുകൊണ്ട് ലോകത്തിന്റെ പാപത്തെ തൻ്റെ തോളിൽ ഏറ്റുകയും അവ വഹിച്ചുകൊണ്ട് അതിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് സ്വന്തം ജീവൻ അർപ്പിച്ച് മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്ത ക്രിസ്തു അർപ്പിച്ച ആ കാൽവരി ബലിയും, ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നതായ ആ ഹോമയാഗവും തമ്മിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, എന്തെങ്കിലും സംബന്ധമുണ്ടോ എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. പഴയ നിയമത്തിലെ ഈ 5 ബലികളെയും നമ്മൾ ഈ ദിവസങ്ങളിൽ ഇനി വരുന്ന 5 ക്ലാസ്സുകളിലായിട്ട് ക്രിസ്തുവിന്റെ ബലിയോട് ചേർത്ത് നമ്മൾ കാണാൻ പോവുകയാണ്. ഇനി ആദ്യമായിട്ട് ഈ ഹോമയാഗം എന്ന് പറയുന്നു. ബേൺഡ് ഓഫറിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് ഇതിനർത്ഥം? ലേവ്യരുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ ഹോമയാഗത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഹീബ്രുവിൽ, പഴയ നിയമം എഴുതിയിരിക്കുന്ന ഹീബ്രുവിൽ ഈ ഹോമയാഗത്തിന് ഓല എന്ന ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓല എന്ന ശബ്ദം. ഓല എന്ന ശബ്ദത്തിന് അർത്ഥമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് ഇടുക, മുകളിലേക്ക് കരേറ്റുക എന്നതാണ് ഇതിന് അർത്ഥമായിട്ട്. അതായത് ഈ ബലിയെ പൂർണ്ണമായിട്ടും കത്തിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന ഒരു കാര്യത്തെയാണ് ഹോമയാഗം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ആ മൃഗത്തെ കത്തിച്ചു കളയേണ്ടത്. രാത്രി മുഴുവൻ കത്തിക്കൊണ്ടിരിക്കണമെന്നുള്ള നിയമമായിരുന്നു. രാവും പകലും തീ കത്തിച്ചുകൊണ്ടിരിക്കേണ്ട കടമ പുരോഹിതർക്ക് കൊടുത്തിരിക്കുന്നതായിട്ടും നമുക്ക് ആ ലേവ്യരുടെ പുസ്തകത്തിൽ വായിക്കുവാൻ സാധിക്കും. ഇങ്ങനെ പൂർണ്ണമായിട്ടും അത് കത്തിച്ചു കളയണം. ഒന്നും വേർതിരിച്ച് മാറ്റാറില്ല, അതിൽ നിന്നൊന്നും ഭക്ഷിക്കാറില്ല. ഇങ്ങനെ പൂർണ്ണമായിട്ടും അർപ്പിക്കുന്ന ആ രീതിയാണ് ഓല അഥവാ ഹോമയാഗം എന്ന് പറയുന്നത്. ലേവ്യരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഹോമയാഗം അർപ്പിക്കുന്നതായ ബലിപീഠത്തിലെ തീ ഒരിക്കലും അണയരുത്, അത് രാത്രിയും പകലും കത്തിക്കൊണ്ടിരിക്കണം. അതിൻ്റെ കടമ, അതിനെ കത്തിച്ചുകൊണ്ടിരിക്കേണ്ടത് പുരോഹിതന്റെ കടമയായിട്ട്
നമുക്കവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു ഹോമയാഗത്തിൽ, ബേൺ ഓഫറിങ്ങിനകത്ത് നമ്മൾ 1-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മളോട്ട് 17 വരെയുള്ള വാക്യങ്ങൾ നമ്മളോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, വോളണ്ടിയർലി അർപ്പിക്കുന്നതായ 3 യാഗങ്ങളിൽ ആദ്യത്തെ യാഗമാണ് ഇത്, ഹോമയാഗം. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനോ, ദൈവത്തെ സ്തുതിക്കുവാനോ, ആരാധിക്കുവാനോ, എന്തെങ്കിലും ഫേവറിന് വേണ്ടി പ്രാർത്ഥിക്കുവാനോ ഉപയോഗിക്കുന്ന ഒരു ബലിയാണ് ഹോമയാഗം എന്ന് പറയുന്നത്. 2-ാമത്തെ കാര്യം, ഇതിൽ അർപ്പിക്കുന്നതായ ബലിമൃഗത്തെ പൂർണ്ണമായിട്ടും കത്തിച്ചു കളയേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതിൽ നിന്നൊന്നും ബാക്കി വരാൻ പാടില്ല. അതിനാൽ പകലും രാവും തീ കത്തിക്കൊണ്ട് ഇരിക്കും. അതിനെ പൂർണ്ണമായിട്ടും കത്തിച്ചു കളയും. 3-ാമതായിട്ട് 3-ാമത്തെ വാക്യത്തിലും 10-ാമത്തെ വാക്യത്തിലും നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ കാഴ്ചവസ്തു ഹോമയാഗമാണെങ്കിൽ കാലിക്കൂട്ടത്തിൽ നിന്ന് തികവുറ്റ ഒരു ആണിനെ ആയിരിക്കണം സമർപ്പിക്കേണ്ടത്. അതിനകത്ത് ഒരു കുറവുമുള്ള, എന്തെങ്കിലും രോഗമോ മുടന്തോ ഉള്ള അങ്ങനെയുള്ള മൃഗത്തെ അർപ്പിക്കുവാൻ സാധിക്കത്തില്ല. നമ്പർ ഫസ്റ്റ്, ഒരു കുറവുമില്ലാത്ത ഒരു ആൺമൃഗത്തിനെ വേണം സമർപ്പിക്കാൻ എന്ന നിയമം. ഇതാണ് ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ ബലി, ഹോമയാഗം. യേശുക്രിസ്തു ഒരു പുരുഷൻ. 2-ാമതായിട്ട് ഒരു കുറവും ഒരു പാപ മാലിന്യവുമില്ലാത്തവനായിട്ട് വന്ന് അർപ്പിച്ചതായ ബലിയാണത്. അടുത്ത 4-ാമതായിട്ടുള്ളത്, ബലി അർപ്പിക്കാൻ പോകുമ്പോൾ മൃഗത്തെ കൊണ്ടുവരുന്ന വ്യക്തി അതിൻ്റെ തലയ്ക്ക് കൈവച്ച് താൻ അറിയാതെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ആ പാപങ്ങളെ ആ ബലിമൃഗത്തിൻ്റെ മുകളിൽ വെക്കേണ്ടതിൻ്റെയും ആവശ്യമുണ്ട്. 4-ാമത്തെ വാക്യത്തിൽ ഇത് ക്ലിയർ കട്ടായിട്ട് പറയാണ്. ഹോമയാഗത്തിൻ്റെ മൃഗത്തിൻ്റെ തലയിൽ അവൻ തൻ്റെ കൈകൾ വെക്കണം. അവനെ പ്രതി പരിഹാരത്തിനായി അത് അവിടത്തേക്ക് സ്വീകാര്യമായിരിക്കും. അപ്പോൾ ആ ബലിമൃഗത്തെ അർപ്പിക്കുന്നത് വഴി തൻ്റെ പാപങ്ങളെ അതിൻ്റെ മണ്ണിൽ വെച്ചുകൊണ്ട് അതിനെ അർപ്പിക്കുന്നതായിട്ട്. അടുത്തതായിട്ട് അത് അവൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ടാണ് 5-ാമത്തെ കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അതൊരു പ്രായശ്ചിത്ത കാര്യമായിട്ട് അതിനെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അതിൻ്റെ തലയിൽ കൊടുക്കുന്നതായിട്ട്. ഇനി 9-ാമത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത്, പുരോഹിതൻ സകലതും ഹോമയാഗമായി ബലിപീഠത്തിൽ ധൂമിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള പരിമള സുഗന്ധ അർപ്പണമാണ് അത്. കർത്താവിന് അർപ്പിക്കുന്നതായ പരിമള സുഗന്ധ അർപ്പണമാണ് അഗ്നിയിലുള്ള അർപ്പണം. പാപത്തെ കത്തിച്ചു കളയുകയും അതിൽ നിന്നൊരു സുഗന്ധം, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു സുഗന്ധം പരക്കുന്നതായിട്ട്. അതായത് ഹോമയാഗം ദൈവത്തിന് ഇഷ്ടപ്പെട്ട യാഗമാണ്. 1-ാമത്തെ കാരണം, അത് വോളണ്ടിയർലി ആയിട്ടാണ് അർപ്പിക്കുന്നത്. 2-ാമത്, അതിനുവേണ്ടി അർപ്പിക്കുന്നത് മുട്ടാടിനെ. അതിന് ഒരു ദോഷവുമില്ലാത്തതാണ്. അതിൻ്റെ തലയ്ക്കിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, തലയ്ക്ക് കൈവച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധി നേടിക്കൊണ്ട് അതിനെ അർപ്പിക്കുന്നതാണ്. ഇനി അതിനോടുകൂടി അർപ്പിക്കേണ്ട സ്ഥാനം, എവിടാണ് ഇതിനെ അർപ്പിക്കേണ്ടത്, അതാണ് ഇച്ചിരൂടെ മഹത്വപൂർണമായിട്ടുള്ളത്. ഇതിനെ ഇവിടെ ആയിട്ടാണ് അർപ്പിക്കേണ്ടത്. ലേവ്യരുടെ പുസ്തകം 1-ാമത്തെ അധ്യായം നമ്മളിപ്പോൾ 3-ാമത്തെ വാക്യത്തിൽ ആദ്യം പറഞ്ഞു, നമ്മൾ അർപ്പിക്കുമ്പോൾ മൃഗത്തിൽ നിന്ന്, കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻപറ്റത്തിൽ നിന്നോ നിങ്ങളുടെ കാഴ്ചവസ്തു അർപ്പിക്കണം. കാഴ്ചവസ്തു ഹോമയാഗമാണെങ്കിൽ തികവുറ്റ ആണായിരിക്കണം അർപ്പിക്കേണ്ടത്. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രീതികരമാകുന്നതിന് അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതിക്കൽ കൊണ്ടുവന്ന് വേണം സമർപ്പിക്കേണ്ടത്. 1-ാമത്തെ കാര്യം, അത് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ. ഇനി 5-ാമത്തെ വാക്യത്തിലൂടെ പറയാം, അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ കിടാവിനെ അറക്കണം.
അഹറോന്റെ പുത്രന്മാരായ പുരോഹിതൻ രക്തം സമർപ്പിക്കണം. അവൻ സമാഗമ കൂടാര വാതിൽക്കുള്ള ബലിപീഠത്തിന് ചുറ്റും അതിൻ്റെ രക്തം തളിക്കണം. ഇതാണ് 5-ാമത്തെ വാക്യത്തിൽ. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് 11-ാമത്തെ വാക്യം. 10 തൊട്ട് ഞാൻ വായിക്കാം. ആട്ടിൻകൂട്ടത്തിൽ നിന്നാണ് അവന്റെ കാഴ്ചവസ്തു എങ്കിൽ, ഇവിടാണ് ശ്രദ്ധിക്കേണ്ടത്. ക്രിസ്തുവുമായിട്ട് ഇതിന് ഏറ്റവും കൂടുതൽ ചേർന്ന്, കാരണം നമ്മുടെ പാപങ്ങളെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ് യേശുവിനെ പറയുന്നത്. അതുകൊണ്ടാണ് ആട്ടിൻകൂട്ടമാണെങ്കിൽ കുഞ്ഞാടിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഹോമയാഗത്തിനുള്ളത് ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ആയിരിക്കട്ടെ. അതിനുശേഷം എന്തു പറഞ്ഞു? അവൻ അർപ്പിക്കുന്നത് തികവുറ്റ മുട്ടാടിനെ ആയിരിക്കണം. മുട്ടാടായിരിക്കണം, ആണായിരിക്കണം. തികവുറ്റ ഇതിൽ ഒരു കുഴപ്പവും ഉണ്ടാകാൻ പാടില്ല. അടുത്തത് 11, കർത്താവിന്റെ സന്നിധിയിൽ ബലിപീഠത്തിന്റെ വടക്കുവശത്ത് അവൻ അതിനെ അറക്കണം. അറക്കേണ്ട സ്ഥലം ഏതാണ്? ബലിപീഠത്തിന് വടക്കുവശത്തായിട്ട് അറക്കണമെന്ന്. ആദ്യം 5-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? കാലിക്കൂട്ടത്തെ തികവുള്ളതായിട്ട് അർപ്പിക്കുകയാണെങ്കിൽ കർത്താവിന്റെ സമാഗമ കൂടാരത്തിന്റെ വാതിക്കൽ അതിനെ അർപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അത് ആട്ടിൻകുട്ടിയാണെങ്കിൽ ബലിപീഠത്തിന്റെ വടക്കുവശത്ത് കൊണ്ടുപോകണം. അതിനുവേണ്ടി ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് വേണം അറക്കാൻ. ഇതെന്താണ് കാണിക്കുന്നത്? യെരുസലേം ദേവാലയത്തിന്റെ ബലിപീഠത്തിന് വടക്കുവശത്താണ് കാൽവരി. യേശുവിന്റെ ക്രൂശ് ബലി നടക്കുന്ന കാൽവരിയുടെ സ്ഥാനത്തെയാണ് ഈ ബലിപീഠത്തിന് വടക്കുവശത്തുള്ള സ്ഥാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 5 ബലികളും യേശുക്രിസ്തുവിന്റെ ബലിയോട് ചേർത്ത് വെച്ച് വേണം നമുക്ക് പഠിക്കുവാൻ. ഈ 5 ബലികളുടെ നിയമങ്ങളും യേശുക്രിസ്തുവിന്റെ ബലി നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമായിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടാണ് എബ്രഹാം ഇസഹാക്കിനെ അർപ്പിക്കുവാനായിട്ട് മോറിയ മലയിൽ പോയി. ആ മോറിയ ദേശം എവിടെ ബലിപീഠമുണ്ടാക്കിയോ, യെരുസലേം ദേവാലയത്തിന്റെ വടക്കുവശത്തുള്ള ഈ ഭാഗത്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം, ഡേവിഡ് ബലിയർപ്പിക്കുവാനായിട്ട് ബലിപീഠം ഉണ്ടാക്കുന്നു. തന്റെ മകൻ സോളമൻ പിന്നീട് അവിടെ ഒരു ദേവാലയം ഉണ്ടാക്കുന്നു. അതാണ് യെരുസലേം ദേവാലയം. ആ യെരുസലേം ദേവാലയത്തിന്റെ വടക്കുവശത്തായിട്ട് ദൈവം നേരത്തെ കരുതിക്കൂട്ടി കണ്ടുവെച്ച എബ്രഹാമിന്റെ സമയത്ത് തന്നെ അവിടെ ബലിപീഠം പണിയുകയും ആ ബലിപീഠത്തിന്മേൽ ഒരു ആട്ടിൻകുട്ടിയെ അറക്കുകയും ചെയ്ത സ്ഥലം യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്ഥാനമായിട്ട് എബ്രഹാമിന്റെ സമയത്ത് തന്നെ ഉൽപ്പത്തി 22-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുകയാണ്. ആ സ്ഥലത്ത് മാർക്കിടുകയാണ്. ആ സ്ഥലമാണ് ക്രിസ്തുവിന്റെ മരണത്തിനുള്ള. ആ നിയമമാണ് ഹോം ബലിക്കുള്ള നിയമമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. ദിനവൃത്താന്തം 2-ാം ദിനവൃത്താന്തം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അതേ സ്ഥാനത്താണ് സോളമൻ ദൈവത്തിനായിട്ട് യെരുസലേം ദേവാലയം പണിതതായിട്ട് നമ്മൾ വായിക്കുവാൻ സാധിക്കും. ഇതൊന്നും അങ്ങനെ ആയതല്ല. ഇത് എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം ഇതെല്ലാം നടന്നതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഹോം ബലിക്കുള്ള മുട്ടാടിനെയാണെങ്കിൽ അതിനെ എവിടെ ഇറക്കണം? അതിനൊരു വ്യത്യസ്ത നിയമം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. ബലിപീഠത്തിന്റെ വടക്കുവശത്ത് അതിന് ഒരു പ്രത്യേക ഭാഗം ദൈവം മാറ്റിവെച്ചതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ സഭാപിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2572-ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്, എബ്രഹാം തൻ്റെ പുത്രനെ എവിടെ ബലിയർപ്പിക്കുവാനായി കൊണ്ടുപോയോ അവിടെ തന്നെ ക്രിസ്തുവിൻ്റെ ബലി നടക്കുക. അതായത് എബ്രഹാം
ഇസഹാക്കിനെ കൊണ്ടുപോകുന്നത് ക്രിസ്തുവിന്റെ ബലിയെ കുറിച്ചുള്ള ഒരു 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 ഛായ മാത്രമായിരുന്നു എന്നവിടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ സഭാപിതാവായ കിർലൂസ് യെരുസലേമി പറയുന്നത് കൽവാരി ബലിയുടെ അതേ സ്ഥാനത്താണ് എബ്രഹാം തൻ്റെ മകനെ വിശ്വാസത്തോടുകൂടി അർപ്പിക്കുവാനായി കൊണ്ടുപോയതും. അങ്ങനെ ക്രിസ്തുവിൻ്റെ ബലി ഈ ഹോമബലിയിൽ പൂർണ്ണമായതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഹോമബലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പൂർണ്ണമായ സമർപ്പണം. ക്രിസ്തു തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചു. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, പിതാവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. എല്ലാം സകലതും മനുഷ്യന് വേണ്ടി സമർപ്പിച്ച ദൈവം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തു തന്നെ ഇത്രമാത്രം ശൂന്യനാക്കുകയും ക്രൂശ് മരണം വരെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ഒരു ആജ്ഞാകാരി പുത്രനെ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ മേൽ ഭവിക്കുവാനായിട്ട് സമർപ്പിച്ചവനായിട്ട് നമ്മൾ കാണുകയാണ്. അതാണ് പൂർണ്ണ സമർപ്പണം നമ്മളവിടെ കാണുന്നത്. അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 10:18 നമ്മൾ കാണുന്നു, ആരും ക്രിസ്തുവിനെ പിടിച്ച് കൊന്നതല്ല. പിന്നെയോ ക്രിസ്തു സ്വയം പറയുന്നുണ്ട്, കർത്താവ് പറയാണ്, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്, ആരും എൻ്റെ ജീവൻ എടുക്കാൻ സാധിക്കുകയില്ല. പിന്നെയോ ഈ ലോകത്തിന് വേണ്ടി, ലോകത്തിന്റെ പാപത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുവാനായിട്ട്, പാപമുക്തി കൊടുക്കുവാനായിട്ട് ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കും എന്നത്. ക്രിസ്തുവിൽ ഒരു പാപവും നമ്മൾ കാണുന്നില്ല. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ പൂർവികരിലൂടെ അന്നു മുതൽ ഇങ്ങോട്ട് വരുന്നതായ നമ്മുടെ പാപങ്ങൾ, പാപബന്ധനങ്ങൾ, അതിൽ നിന്നും നമ്മളെ രക്ഷിച്ചത് സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള പൈസ കൊണ്ടൊന്നുമല്ല, പിന്നെയോ നിഷ്കളങ്കമായ നിർദോഷ് ഒരു കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വിലയിലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പിന്നെ നമ്മൾ അടുത്തത് കാണുന്നത്, ആ കുഞ്ഞാടിന്റെ മേലെ കൈകൾ വെക്കുന്നുണ്ട്. കൈകൾ വെച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുണ്ട്. യെശയ്യാ അതാണ് പ്രവചിച്ചിരിക്കുന്നത്. 53-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മുടെ പാപങ്ങളെയെല്ലാം അവന്റെ മേൽ നമ്മൾ ഇട്ടു എന്നാണ് പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം ഇതായിരുന്നു, പുത്രൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യണം. അതായത് നമ്മുടെ പാപങ്ങൾ, നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി പുത്രൻ യേശു പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നമ്മളെ ആ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും കളങ്കതയിൽ നിന്നും എല്ലാം രക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും വാളണ്ടിയർലി ആയിട്ട് സമർപ്പിക്കുകയും തൻ്റെ പ്രായശ്ചിത്തം വഴി, തൻ്റെ രക്തം ചിന്തിയുള്ള ഈ ബലി വഴി നമ്മളെ രക്ഷിക്കുകയും ചെയ്തതായ ഈ ബലിയാണ് ഹോമബലി. ഇത് പിതാവിന് ഇഷ്ടപ്പെട്ടതാണെന്ന്, അതായത് സുഗന്ധ അർപ്പണമായിട്ട് ഇത് അർപ്പിച്ചതായിട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ആ ബലി, കർത്താവിൻ്റെ ബലി പരിമള സുഗന്ധ അർപ്പണമാണ്. ഇനി അടുത്തത് ഇവർക്ക് എഴുതിയ ലേഖനത്തിൽ ഇത് ദിവസവും അർപ്പിക്കുന്ന ബലിയാണ്. ഹോമ ബലി ദിവസവും അർപ്പിച്ചുകൊണ്ടിരുന്ന ബലിയാണ്. രാവിലെ 9 മണി, ഉച്ചയ്ക്ക് 3 മണിക്ക്, ഇങ്ങനെ രാവിലെയും വൈകിട്ടുമായിട്ട് 2 നേരം ഇങ്ങനെ ദിവസവും അർപ്പിക്കണമെന്നുള്ള ആണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ അനുദിന ബലിയുള്ളത്. എല്ലാ ദിവസവും കത്തോലിക്ക സഭയിൽ ബലിയർപ്പിക്കും. ക്രിസ്തുവിന്റെ ആ ക്രൂശ് ബലിയെ ഓർമ്മിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന അതുകൊണ്ട് ദിവസവും പങ്കെടുക്കണമെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം പഴയ നിയമത്തിലെ ഈ ഹോമബലി, ഹോമയാഗം ക്രിസ്തുവിന്റെ കാൽവരിയാഗമാണ്. ആ കാൽവരിയാഗമാണ് വിശുദ്ധ കുർബാനയിൽ നാം കൊണ്ടാടുന്നത്. അതിനാൽ വിശുദ്ധ കുർബാന ദിവസവും നമ്മൾ പങ്കുചേരണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 614-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞു തരികയാണ്,
ക്രിസ്തുവിൻ്റെ ബലി പൂർണ്ണമായ ഒരു ബലിയാണ്. ഒരിക്കൽ അവൻ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായിട്ട് അർപ്പിക്കുന്നു. ആ ബലിയെ ഓർക്കുന്നതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന അതിൻ്റെ പുനരാവർത്തനയാണ്. അത് തന്നെയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1366 ഖണ്ഡികയിൽ 1366 ഖണ്ഡികയിൽ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ഒരു സ്മാരകമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചതായ വിശുദ്ധ കുർബാന. അത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ആദിമസഭ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു എന്നത്. ആകയാൽ ദിവസവും അർപ്പിക്കേണ്ട ഒരു ബലിയാണ് ഈ ഹോമയാഗം, വിശുദ്ധ കുർബാന എന്ന് നമുക്ക് മനസ്സിലാകുന്നു. കർത്താവിൻ്റെ കുരിശുബലിയെയും ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായത്തിലുള്ള ഈ ഹോമയാഗത്തെയും വിശുദ്ധ കുർബാനയും നമ്മളൊന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കും, എന്നും അർപ്പിക്കേണ്ടത്, പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അർപ്പിക്കേണ്ടത്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് കുമ്പസാരത്തിലൂടെ യോഗ്യരായിട്ട് കർത്താവിനെ സ്വീകരിക്കേണ്ടതിൻ്റെയും ആവശ്യങ്ങൾ. കർത്താവിൻ്റെ ബലിയുടെ സ്മൃതി നമ്മൾ വിശുദ്ധ കുർബാനയിൽ കൊണ്ടാടുമ്പോൾ കർത്താവിനെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതിനാൽ ഈ ഹോമയാഗം നമ്മളെ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. കർത്താവ് ക്രൂശിലൂടെ നമ്മുടെ പാപത്തെ ക്ഷമിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പുരോഹിതരെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെയൊക്കെ പാപം ക്ഷമിക്കാതിരിക്കുന്നോ അവ ക്ഷമിക്കപ്പെടുകയില്ല. അതായത് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് കുമ്പസാരിച്ച് പാപമുക്തി പ്രാപിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കണം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ജീവിക്കുന്ന ബലിയായിട്ട് ജീവനുള്ളവരായിരിക്കുമ്പോൾ തന്നെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെയും പൂർണ്ണമായിട്ട് നമുക്ക് ക്രിസ്തുവിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും സമർപ്പിക്കാം. ഇതാണ് വിശുദ്ധ കുർബാനയുടെ ഈ ഹോമയാഗത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു തീരുമാനമെടുക്കാം. ഈ ഹോമയാഗത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് ബലിയെ നമ്മൾ കാണുന്നു, വിശുദ്ധ കുർബാനയെ നമ്മൾ കാണുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിനെ നാം സ്വീകരിക്കുന്നു. ക്രിസ്തുവുമായിട്ട് ഒന്നാകുന്നതിന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് ഒരു വിശുദ്ധിയുടെ ജീവിതം നയിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ നമ്മൾ സ്വീകരിക്കണം. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനായിട്ട്, പാപത്തെ വെറുക്കുവാനായിട്ട് ജീവിക്കുന്ന ബലികളായിട്ട്, ദൈവത്തിന് സുഗന്ധയുക്ത ബലികളായിട്ട് നമുക്ക് ജീവിക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാം അതിനെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.